ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എന്തൊക്കെ വർക്കൗട്ട്സ് ചെയ്യണമെന്നുള്ള ഡിസ്കഷനിലാണ് ഞങ്ങൾ കേട്ടോ. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇങ്ങനെ അങ്ങ് പോകും. അതിനുശേഷം പുള്ളപ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തേ. എന്നിട്ട് ഞങ്ങൾ ഷോൾഡറും പിന്നെ അതേപോലെ തന്നെ ആംസുമാണ് വർക്കൗട്ട്. പുള്ളപ്പ് നമ്മൾ ഷോൾഡറിൻ്റെ അല്ലെങ്കിൽ ആംസ് ഡേയുടെ അന്ന് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഷോൾഡറിന് ഞങ്ങളൊരു 4 വർക്കൗട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കെറ്റിൽ ബോൾ കൊണ്ടൊക്കെ കൊടുത്തു. പക്ഷേ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ആംസിനകത്തോട്ടാണ് വന്നത്. ബൈസെപ്സ് കേൾസും ഒക്കെ ചെയ്തു. ഇത് നല്ല അടിപൊളി മെഷീനാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പമ്പിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം നമ്മളിതാ ഇങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്തു കേട്ടോ. 1 ലെഗ് സിറ്റപ്പും കാര്യങ്ങളും ഒക്കെ. ഇത് സ്ഥിരം ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് ഉദാഹരണം മെയിൻലി ഞാനാണേ. പിന്നെ എനിക്കിപ്പോൾ ഡയറ്റ് ചേഞ്ച് ചെയ്തതിൻ്റേതായിട്ട് നല്ല മാറ്റം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മസിൽ ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ ആരോമൽ ജസ്റ്റ് പറഞ്ഞ് നമുക്ക് കുറച്ച് പോസിങ് ഒക്കെ ചെയ്യാം. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഷോയും കാര്യങ്ങളും ഒക്കെ ഇറക്കി കേട്ടോ. ചുമ്മാ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പങ്കീസിൽ വന്നിട്ട് ഞാൻ മതിലൂടെ ഒരു ചായ കുടിച്ചു. സുനിയേട്ടനാണെങ്കിൽ എണ്ണക്കടികളില്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല കേട്ടോ. പിന്നെ തിരിച്ചിറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചേ. പിന്നെയും പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ 5 കിലോ തണ്ണിമത്തനും വാങ്ങി കുറച്ച് പീനട്ടൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് പീനട്ടും കഴിച്ചേ. അതിനുശേഷം നമ്മുടെ ലഞ്ചും കാര്യങ്ങളും കഴിച്ചു. ഉച്ചയ്ക്ക് റൈസും തോരനും ചിക്കനും മീനും ഒക്കെ ആയിട്ട് ലഞ്ച് കഴിച്ച് എന്നിട്ട് കയറി ഒന്ന് കിടന്നതാണേ. ജസ്റ്റ് ഒന്ന് മയങ്ങാമെന്ന് പറഞ്ഞ് കിടന്നതാണ്. പക്ഷേ എണീറ്റപ്പോഴത്തേക്കിനും 6 മണി കഴിഞ്ഞു. പിന്നെ നമ്മൾ ജസ്റ്റ് ഫ്രഷായിട്ട് മാള് പറഞ്ഞ് പടനിലം വരെ പോകാം. കാളയൊക്കെ അടിക്കുകയായിരിക്കും. ഇപ്പോൾ അവിടെ കടകളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജസ്റ്റ് അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ മെയിൻലി അവളുടെ ഫോക്കസ് അവൾക്ക് 2 ദിവസം പടനിലത്ത് പോയിട്ടും ഈ സാധനം കഴിക്കാൻ പറ്റിയില്ല, കോളിഫ്ലവർ. അപ്പോൾ ഇത് ആക്ച്വലി അത്ര ഹെൽത്തിയോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ അവൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ജസ്റ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളാരും ഡയറ്റ് ചെയ്യുന്നവരൊന്നും ഇങ്ങനെ കോളിഫ്ലവറോ അങ്ങനെ എണ്ണയ്ക്കകത്ത് വറുത്തൊന്നും കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വരുന്ന വഴിക്ക് AVTയുടെ ഒരു 250 ഗ്രാം തേയില വാങ്ങി. അച്ഛൻ ഇനിയും തിരിച്ച് വന്നാലേ ഉള്ളൂ നമുക്ക് ക്യാൻറ്റീനിൽ പോയി സാധനം മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഗ്ലാസ് കണ്ടെയ്നറിന് 99 റുപ്പീസേ ഉള്ളായിരുന്നേ. പിന്നെ അതും വാങ്ങി. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു സാൻഡ്വിച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കി. അപ്പോൾ ഓക്കെ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.